ഹലോ ഓൾ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിസൈൻഡ് ഫെസിലിറ്റിയുടെ ഇഫക്റ്റീവ്നെസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ ഡിസൈൻഡ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലാൻഡ് ഫില്ലാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഡിസൈൻഡ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലൈനറും കവറും ഒക്കെ കൊടുത്ത് നമ്മൾ ഒരു വേസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം, മോണിറ്റർ ചെയ്യണം. സോ ഈ ഡയഗ്രാമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നിങ്ങളുടെ സിലബസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ഇല്ലെങ്കിലും ഇത് അഡീഷണൽ ആയിട്ട് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു സോളിഡ് ലാൻഡ് ഫിൽ അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ലാൻഡ് ഫില്ലിനെ മോണിറ്റർ ചെയ്യുക? അപ്പൊ നിങ്ങൾ ഈ ഡയഗ്രാം വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വേസ്റ്റ് കാണാം ഇല്ലേ? ഇവിടെയാണ് ഈ ഒരു റെക്ടാങ്കുലർ പോർഷനിലാണ് നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്തിരിക്കുന്നത്. ഇനി ആ റെക്ടാങ്കുലർ പോർഷനിൽ നിന്ന് ഒരു ഡോട്ടഡ് ആയിട്ട് ഒരു ഫെദർ ലൈക്ക് പാറ്റേൺ നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണാം. സോ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും ഈ ഫെദർ ലൈക്ക് പാറ്റേൺ ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണെന്നുള്ളത്. അത് കണ്ടാമിനന്റിന്റെ പ്ലൂം ആണ്. ഓക്കെ, പ്ലൂം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫെദർ ലൈക്ക് പാറ്റേൺ ആണ്. സോ നിങ്ങളുടെ വേസ്റ്റിൽ നിന്ന് അഥവാ ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇങ്ങനെയായിരിക്കും സ്പ്രെഡ് ചെയ്ത് പോകാൻ സാധ്യത അലോങ് ദ ഗ്രൗണ്ട് വാട്ടർ. നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം, ആറോ മാർക്കിൽ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ എന്ന് എഴുതിയേക്കുന്നത് കാണാം. അതായത് ഗ്രൗണ്ട് വാട്ടർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത്. സോ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് പോകുമ്പോൾ അത് കണ്ടാമിനൻസിനെയും ക്യാരി ചെയ്തുകൊണ്ട് പോകും. അതൊരു ഫെദർ ലൈക്ക് പാറ്റേണിൽ ക്യാരി ചെയ്തുകൊണ്ട് പോകും. അതിനെയാണ് നമ്മൾ ഈ പ്ലൂം എന്ന് പറയുന്നത്. ഇനി ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. നമ്മൾ ഇതിന്റെ അപ്സ്ട്രീം സൈഡിൽ അതായത് അപ്സ്ട്രീം സൈഡ് എന്ന് പറഞ്ഞാൽ വേസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഗ്രൗണ്ട് വാട്ടർ ടേബിളിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കി. ആദ്യം ഒരു ഗ്യാസ് മോണിറ്ററിംഗ് വെല്ല് ഇവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫസ്റ്റ് ഈ കാണുന്ന ഈ സർക്കിൾ ഗ്യാസ് മോണിറ്ററിംഗ് വെല്ലാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 3 അതിനെ നമ്മൾ ക്ലസ്റ്റർ എന്നാണ് പറയാ. അത് ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിംഗ് വെല്ലാണ് ഓൺ ദി അപ്സ്ട്രീം സൈഡ്. ഓക്കെ, അപ്പൊ വേസ്റ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ആദ്യം നമ്മൾ ആ ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് ഗ്യാസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാൻ നോക്കും. അതേപോലെ ഒരുപാട് വെല്ലുകൾ, അപ്സ്ട്രീം വെല്ലുകൾ കൊടുത്തുകൊണ്ട് അതും നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് നോക്കും. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വേസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വേസ്റ്റ് ഇരിക്കുന്ന ആ പ്രദേശത്തിലൂടെ പാസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഗ്രൗണ്ട് വാട്ടറിന്റെ ഇനീഷ്യൽ പ്രോപ്പർട്ടീസ് എന്താണ് അല്ലെങ്കിൽ ബേസ് ലൈൻ പ്രോപ്പർട്ടീസ് എന്താണ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിംഗ് വെല്ലും അതേപോലെ തന്നെ ഈ ഗ്യാസ് മോണിറ്ററിംഗ് വെല്ലും കൊടുക്കുന്നത്. ഇനി വേസ്റ്റിലൂടെ കടന്നു പോയതിന് ശേഷം നമ്മൾ സാമ്പിൾ പിന്നെയും കളക്ട് ചെയ്യും. ഇത് നിങ്ങൾ നോക്കിയേ, ഈ വേസ്റ്റിന്റെ സൈഡിലായിട്ട് ശരിക്കും പറഞ്ഞാൽ 4 ഡയറക്ഷനിലും കൊടുക്കണം എന്നാ പറയാം. കണ്ടോ, ടോപ്പിലും ബോട്ടത്തിലും നിങ്ങൾക്ക് കാണാം ഒരു ക്ലസ്റ്റർ ഓഫ് വെൽസ് കാണാം. കണ്ടോ, ക്ലസ്റ്റർ ഓഫ് ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിംഗ് വെൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റെക്ടാങ്കുലർ പോർഷൻ കഴിഞ്ഞാൽ ഒരു ഗ്യാസ് മോണിറ്ററിംഗ് വെല്ലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ക്ലസ്റ്റർ ഓഫ് ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിംഗ് വെല്ലും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ട, ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിംഗ് വെല്ല് നമ്മൾ 4 ഡയറക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് മോണിറ്ററിംഗ് വെല്ല് നമ്മൾ 2 പോയിന്റ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസ് ലൈൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്, ബിഫോർ ഇൻലെറ്റ്. ഇത് ഔട്ട്ലെറ്റിലുള്ള പ്രോപ്പർട്ടീസ് ആണ്. സോ ഇത് കമ്പയർ ചെയ്യുന്ന വഴി നമുക്ക് പറയാൻ പറ്റും എത്രമാത്രം ലീക്കേജ് ഉണ്ട്, അത് എക്സ്റ്റെന്റ് ഓഫ് ലീക്കേജ് എത്രമാത്രം കൂടുതലാണ് എന്നുള്ളതൊക്കെ. ഇതിവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സെക്ഷണൽ വ്യൂ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾ വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിളിൽ പോകുന്നു. വേസ്റ്റിൽ നിന്ന് അഥവാ ലീക്കേജ് ഉണ്ടെങ്കിൽ അത് ഈ ഗ്രൗണ്ട് വാട്ടർ ടേബിളിലേക്ക് ആയിരിക്കും വരിക. അതൊരു പ്ലൂം പോലെ സ്പ്രെഡ് ചെയ്തേക്കുന്നതാണ് ഈ കാണിക്കുന്നത്. കണ്ടോ, ഈ ഒരു ഷേപ്പ് കണ്ടോ, റെഗുലർ ഷേപ്പ്, അതൊരു പ്ലൂം പോലെ സ്പ്രെഡ് ചെയ്തേക്കുന്നതാണ്. അത് നമുക്ക് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോണിറ്ററിംഗ് വെല്ലുകൾ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, മോണിറ്ററിംഗ് വെല്ല് ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ മുകളിലാണ് നമ്മൾ മോണിറ്ററിംഗ് വെല്ല് വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ആണ് കളക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗ്യാസ് നമുക്ക് ഒരിക്കലും ഒരു വെള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഗ്രൗണ്ട് വാട്ടറിന്റെ മുകളിൽ അഥവാ ഈ ഗ്രൗണ്ട് വാട്ടർ ടേബിളിൽ എന്തെങ്കിലും ഗ്യാസ് ഉണ്ടെങ്കിൽ അത് നേരെ ഈ സറൗണ്ടിങ് ആയിട്ടുള്ള സോയിലിന്റെ പോർസിൽ കളക്റ്റഡ് ആവും. ആ പോർസിൽ നിന്നാണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിംഗ് വെല്ല് ഉപയോഗിച്ച് കളക്ട് ചെയ്ത് നമ്മൾ അതിനെ മോണിറ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്യാസ് മോണിറ്ററിംഗ് വെൽസ് രണ്ടുമുണ്ട്. അത് ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ മുകളിലാണ് വരുന്നത്. ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ താഴത്തേക്ക് ഇറങ്ങില്ല, കാരണം ഗ്യാസ് ആണ് കളക്ട് ചെയ്യേണ്ടത്. വെള്ളം കളക്ട് ചെയ്യാനുള്ള ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിംഗ് വെല്ല് അത് നമ്മൾ ഈ ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ താഴേക്കാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, 3 ഡിഫറെന്റ് ഡെപ്തിൽ നമ്മൾ സ്ക്രീൻസ് കൊടുക്കും. ഓക്കെ, 3 ഡിഫറെന്റ് ഡെപ്തിൽ നമ്മൾ സ്ക്രീൻസ് കൊടുത്താണ് ഇത് കളക്ട് ചെയ്യുക. അപ്പൊ ഇതാണ് ഈ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ വരയ്ക്കേണ്ട ഡയഗ്രാം. എക്സ്പ്ലനേഷൻ ഞാനിപ്പോ പറഞ്ഞ എക്സ്പ്ലനേഷൻ തന്നെയാണ്, ബട്ട് ഒരു ചെറിയ ഡിഫറൻസോട് കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഇൻ ദിസ് മെറ്റീരിയൽ. അത്രേ ഉള്ളൂ. കണ്ടോ, അതേ നിങ്ങൾ നോക്കി, മോണിറ്ററിംഗ് വെൽസ് എന്ന് പറയുന്നത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സീപ്പേജോ ലീക്കേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. വളരെ സ്മോൾ ഡയമീറ്റർ ഉള്ള വെൽസ് ആണ് ഈ ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിംഗ് വെൽസ് എന്ന് പറയുന്നത്. 4 ലൊക്കേഷൻസിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഒരെണ്ണം അപ്സ്ട്രീം സൈഡിൽ, പിന്നെ ഡൗൺ സ്ട്രീം സൈഡിൽ, പിന്നെ സൈഡിൽ ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം. 4 ഡയറക്ഷനിൽ ചുറ്റുമായിട്ട് കൊടുക്കാം. ക്ലസ്റ്റർ ആയിട്ടാണ് നമ്മൾ വെൽസ് കൊടുക്കുന്നത്. അതുപോലെ ഈ വെൽസിൽ നമ്മൾ സ്ക്രീൻസ് കൊടുക്കും താഴെ. അതായത് ഈ വെള്ളം കളക്ട് ചെയ്യുന്ന ഈ ഭാഗമില്ലേ, അവിടെ നമ്മൾ സ്ക്രീൻസ് കൊടുക്കും. കാരണം മണ്ണൊന്നും കയറി പോകരുത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീൻസ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ
സ്ക്രീൻസ് കൊടുക്കും. പിന്നെ അവിടെ ആ ഹോൾസ് ഉണ്ടായിരിക്കും കേട്ടോ. ഈ വെൽസ്, ട്യൂബ് വെൽസ് പോലെ ഇരിക്കുന്ന ഈ സാധനത്തിൽ ഹോൾസ് ഉണ്ടായിരിക്കും. ആ ഹോൾസിലൂടെ ആയിരിക്കും ഇത് കയറി വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സ്ട്രീം ക്ലസ്റ്ററിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന, അപ്സ്ട്രീം സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്ലസ്റ്റർ ഓഫ് വെൽസ് എന്ന് പറയുന്നത് അതിന്റെ ഇനീഷ്യൽ ബേസ് ലൈൻ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും, ഡൗൺ സ്ട്രീം സൈഡിൽ നമ്മൾ കൊടുക്കുന്നത് എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ആണ്. റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ആ ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിംഗ് വെൽ, അതിനെ ഒന്ന് നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കോമ്പണൻസ് ഇങ്ങനെയായിരിക്കും. നമ്മൾ ക്ലസ്റ്റർ ആയിട്ട് വെല്ല് കൊടുക്കുന്നത് പറഞ്ഞില്ലേ, ആ ക്ലസ്റ്റർ ആയിട്ട് കൊടുക്കുന്ന വെല്ലിലെ ഒരു വെല്ലിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും ആ ഒരു ഡയഗ്രാം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിംഗ് വെല്ലിന്റെ ഒരു ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കോമ്പണൻസ് ആയിട്ട് ഒരു ട്യൂബ് വെല്ല് പോലെ ഇരിക്കും കണ്ടോ. ഒരു നല്ലൊരു ട്യൂബ് വെല്ല്, നല്ല നീളമുള്ള ഒരു ട്യൂബ് വെല്ല് പോലെ ഇരിക്കും. ആ ട്യൂബ് വെല്ലിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 150 മില്ലിമീറ്റർ ഡയമീറ്റർ ബോർ ഹോൾ ആയിരിക്കും. ഓക്കെ, പിന്നെ അതിന്റെ ഏറ്റവും താഴെയായിട്ട് കണ്ടോ, ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഇതാണെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ താഴേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മൾ വെള്ളം കളക്ട് ചെയ്യാനായിട്ട് സ്ക്രീനുകൾ കൊടുത്തിട്ടുണ്ടാവും. ആ സ്ക്രീനുകളുടെ ഉള്ളിൽ ഫിൽറ്റർ പാക്കുകൾ ഉണ്ടായിരിക്കും. കാരണം സെഡിമെന്റ്സ് ഒക്കെ പരമാവധി സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്റർ പാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു ബെന്റണൈറ്റ് ആയിട്ടിന്റെ സീൽ കൊടുത്തിട്ടുണ്ട്. ബെന്റണൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ക്ലേ ആണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ വിച്ച് ഇസ് റിച്ച് ഇൻ മോറലോണൈറ്റ്. ആ ക്ലേ വെച്ചാണ് ഈ വെല്ലിന്റെ വാള് മൊത്തം കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇംപർവിയസ് ബാക്ക്ഫിൽ ഓർ ഗ്രൗട്ട് സീൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇംപർവിയസ് ആയിട്ടുള്ള ബാക്ക്ഫിൽ അല്ലെങ്കിൽ ഗ്രൗട്ട് സീൽ കൊടുത്തിട്ടുണ്ടാവും. ഗ്രൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിമെന്റിന്റെ അതുപോലെ തന്നെ വാട്ടറിന്റെ പേസ്റ്റ്, അത് ഉപയോഗിച്ച് നമ്മൾ ഒരു കംപ്ലീറ്റ് സീൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലുള്ള മണ്ണിൽ നിന്ന്. ഓക്കെ, സെപ്പറേറ്റ് ഔട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഇംപർവിയസ് ആയിട്ടുള്ള ഗ്രൗട്ട് സീൽ കൊടുത്തിട്ടുണ്ട്. ബെന്റണൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു കവർ കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഇവിടെയായിട്ട് നമ്മൾ ഒരു ബെന്റണൈറ്റ് സീൽ കൊടുത്തിട്ടുണ്ട്. 1 മീറ്റർ ആണ് അതിന്റെ ലെങ്ത്. പിന്നെ ഇതിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കോൺക്രീറ്റ് പാഡ് ഉണ്ട്. പിന്നെ ഒരു ലോക്കബിൾ ആയിട്ടുള്ള കവർ ഉണ്ട്. പിന്നെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കേസിംഗ്. ആ പ്രൊട്ടക്റ്റീവ് കേസിംഗിന്റെ മുകളിലാണ് ലോക്കബിൾ കവർ വരുന്നത്. ഓക്കെ, ഒന്നില്ല, ഈ വെല്ലിനെ ഒന്ന് കവർ ചെയ്ത് വെക്കണം, മൂടി വെക്കണം. അതിനുവേണ്ടി ഒരു പ്രൊട്ടക്റ്റീവ് കേസിംഗ് ഉണ്ട്. ആ പ്രൊട്ടക്റ്റീവ് കേസിങ്ങിനെ ഒരു ലോക്ക് ഉപയോഗിച്ച് നമ്മൾ ലോക്കബിൾ കവർ ഉപയോഗിച്ച് നമ്മൾ പിന്നെയും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ വെന്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്യാപ്പാണ്. ആ ക്യാപ്പ് നമുക്ക് തുറക്കാം. ആ ക്യാപ്പ് തുറക്കുന്ന വഴി നമുക്ക് അകത്തേക്ക് ആക്സസ് കിട്ടും. ഫൈൻ, വളരെ ചെറുതായിരിക്കും ഈ ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. 150 മില്ലിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്റേഴ്സ് ഉണ്ടായിരിക്കും അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോ ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മെറ്റീരിയലിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മോണിറ്ററിംഗ് വെൽ എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ ആയിട്ട് ഒരു വെൽ പോലെ തന്നെ ഇരിക്കും. ഒരു മിനിയേച്ചർ ആയിട്ടുള്ള ട്യൂബ് വെൽ പോലെ ഇരിക്കും, വിതൗട്ട് എ പമ്പ്. ഒരു പമ്പ് ഇല്ലാത്ത ഒരു ട്യൂബ് വെല്ല്, അതാണ് ഈ ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിംഗ് വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ക്രീൻ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 1 മീറ്റർ മുതൽ 3 മീറ്റർ വരെയാണ് നമ്മൾ സ്ക്രീൻ ലെങ്ത് കൊടുക്കുക. അത് അക്വിഫറിന് താഴെ, അതായത് ഗ്രൗണ്ട് വാട്ടർ ടേബിളിന് താഴെ ആയിരിക്കും നമ്മൾ സ്ക്രീൻസ് കൊടുത്തിട്ടുണ്ടാവുക. ഇനി ഇതിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കി, ഗ്രൗണ്ട് വാട്ടർ സാമ്പിൾസ് ആർ കളക്ടഡ് പീരിയോഡിക്കലി യൂസിങ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓർ ടെഫ്ലോൺ ബെയിലർ ആണ് ലോവർഡ് ഇൻ ടു ദ വെൽ ബൈ എ സ്ട്രിംഗ്. ഒരു സ്ട്രിംഗ് ഉപയോഗിച്ച് നമ്മൾ ഒരു ബെയിലർ താഴേക്ക് ഇറക്കി ആ ബെയിലറിൽ ഒന്നില്ലെങ്കിൽ ഒരു ടെഫ്ലോണിന്റെയോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയോ ഒരു സാമ്പിളർ ഉപയോഗിച്ച് നമ്മൾ വെള്ളം കോരി എടുക്കുകയാണ്, അല്ലെങ്കിൽ സാമ്പിൾ എടുക്കുകയാണ് ചെയ്യുന്നത്. പീരിയോഡിക്കൽ ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ വെല്ല് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പെർജ് ചെയ്യും. പെർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തളം കെട്ടി കിടക്കുന്ന വെള്ളമില്ലേ, ആ തളം കെട്ടി കിടക്കുന്ന വെള്ളം ആദ്യം നമ്മൾ പമ്പ് ഔട്ട് ചെയ്യും. ഇത് പമ്പ് ഔട്ട് അല്ലെങ്കിൽ പെർജ് ഔട്ട് ചെയ്താലേ നമുക്ക് ശരിക്കും ഒറിജിനൽ ഗ്രൗണ്ട് വാട്ടർ അതിനകത്ത് നമുക്ക് കിട്ടും. സോ ആ ഒറിജിനൽ ഗ്രൗണ്ട് വാട്ടർ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ആദ്യം പെർജ് ഔട്ട് ചെയ്യും. പെർജ് ഔട്ട് ചെയ്തിട്ട് ഫ്രഷ് ഗ്രൗണ്ട് വാട്ടർ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയതിനു ശേഷം അതിൽ നിന്നാണ് നമ്മൾ സാമ്പിൾസ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഗ്രൗണ്ട് വാട്ടർ, ഇനി നെക്സ്റ്റ് നമ്മൾ ആ ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിംഗ് വെൽ, അതിനെ ഒന്ന് നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കോമ്പണൻസ് ഇങ്ങനെയായിരിക്കും. നമ്മൾ ക്ലസ്റ്റർ ആയിട്ട് വെല്ല് കൊടുക്കുന്നത് പറഞ്ഞില്ലേ, ആ ക്ലസ്റ്റർ ആയിട്ട് കൊടുക്കുന്ന വെല്ലിലെ ഒരു വെല്ലിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും ആ ഒരു ഡയഗ്രാം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിംഗ് വെല്ലിന്റെ ഒരു ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കോമ്പണൻസ് ആയിട്ട് ഒരു ട്യൂബ് വെല്ല് പോലെ ഇരിക്കും കണ്ടോ. ഒരു നല്ലൊരു ട്യൂബ് വെല്ല്, നല്ല നീളമുള്ള ഒരു ട്യൂബ് വെല്ല് പോലെ ഇരിക്കും. ആ ട്യൂബ് വെല്ലിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 150 മില്ലിമീറ്റർ ഡയമീറ്റർ ബോർ ഹോൾ ആയിരിക്കും. ഓക്കെ, പിന്നെ അതിന്റെ ഏറ്റവും താഴെയായിട്ട് കണ്ടോ, ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഇതാണെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ താഴേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മൾ വെള്ളം കളക്ട് ചെയ്യാനായിട്ട് സ്ക്രീനുകൾ കൊടുത്തിട്ടുണ്ടാവും. ആ സ്ക്രീനുകളുടെ ഉള്ളിൽ ഫിൽറ്റർ പാക്കുകൾ ഉണ്ടായിരിക്കും. കാരണം സെഡിമെന്റ്സ് ഒക്കെ പരമാവധി സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്റർ പാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു ബെന്റണൈറ്റ് ആയിട്ടിന്റെ സീൽ കൊടുത്തിട്ടുണ്ട്. ബെന്റണൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ക്ലേ ആണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ വിച്ച് ഇസ് റിച്ച് ഇൻ മോറലോണൈറ്റ്. ആ ക്ലേ വെച്ചാണ് ഈ വെല്ലിന്റെ വാള് മൊത്തം കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ
ഇംപർവേസ് ബാക്ക് ഫിൽ ഓർ ഗ്രൗട്ട് സീൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇംപർവേസ് ആയിട്ടുള്ള ബാക്ക് ഫിൽ അല്ലെങ്കിൽ ഗ്രൗട്ട് സീൽ കൊടുത്തിട്ടുണ്ടാവും. ഗ്രൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിമെന്റിന്റെ അതുപോലെ തന്നെ വാട്ടറിന്റെ പേസ്റ്റ് അത് ഉപയോഗിച്ച് നമ്മൾ ഒരു കംപ്ലീറ്റ് സീൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലുള്ള മണ്ണിൽ നിന്ന്. ഓക്കെ, സെപ്പറേറ്റ് ഔട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഇംപർവിയസ് ആയിട്ടുള്ള ഗ്രൗട്ട് സീൽ കൊടുത്തിട്ടുണ്ട്. ബെൻറ്റനൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു കവർ കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഇവിടെയായിട്ട് നമ്മൾ ഒരു ബെൻറ്റനൈറ്റ് സീൽ കൊടുത്തിട്ടുണ്ട്. 1 മീറ്റർ ആണ് അതിന്റെ ലെങ്ത്. പിന്നെ ഇതിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കോൺക്രീറ്റ് പാഡ് ഉണ്ട്. പിന്നെ ഒരു ലോക്കബിൾ ആയിട്ടുള്ള കവർ ഉണ്ട്. പിന്നെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കേസിംഗ്. ആ പ്രൊട്ടക്റ്റീവ് കേസിംഗിന്റെ മുകളിലാണ് ലോക്കബിൾ കവർ വരുന്നത്. ഓക്കെ, ഒന്നില്ല ഈ വെല്ലിനെ ഒന്ന് കവർ ചെയ്ത് വെക്കണം, മൂടി വെക്കണം. അതിനുവേണ്ടി ഒരു പ്രൊട്ടക്റ്റീവ് കേസിംഗ് ഉണ്ട്. ആ പ്രൊട്ടക്റ്റീവ് കേസിങ്ങിനെ ഒരു ലോക്ക് ഉപയോഗിച്ച് നമ്മൾ ലോക്കബിൾ കവർ ഉപയോഗിച്ച് നമ്മൾ പിന്നെയും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ വെന്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്യാപ്പാണ്. ആ ക്യാപ്പ് നമുക്ക് തുറക്കാം. ആ ക്യാപ്പ് തുറക്കുന്ന വഴി നമുക്ക് അകത്തേക്ക് ആക്സസ് കിട്ടും. ഫൈൻ, വളരെ ചെറുതായിരിക്കും ഈ ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. 150 മില്ലിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്റേഴ്സ് ഉണ്ടായിരിക്കും അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോ ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മെറ്റീരിയലിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണിറ്ററിംഗ് വെൽ എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ ആയിട്ട് ഒരു വെൽ പോലെ തന്നെ ഇരിക്കും. ഒരു മിനിയേച്ചർ ആയിട്ടുള്ള ട്യൂബ് വെൽ പോലെ ഇരിക്കും, വിതൗട്ട് എ പമ്പ്. ഒരു പമ്പ് ഇല്ലാത്ത ഒരു ട്യൂബ് വെല്ല്. അതാണ് ഈ ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിംഗ് വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ക്രീൻ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 1 മീറ്റർ മുതൽ 3 മീറ്റർ വരെയാണ് നമ്മൾ സ്ക്രീൻ ലെങ്ത് കൊടുക്കുക. അത് അക്വിഫറിന് താഴെ, അതായത് ഗ്രൗണ്ട് വാട്ടർ ടേബിളിന് താഴെ ആയിരിക്കും നമ്മൾ സ്ക്രീൻസ് കൊടുത്തിട്ടുണ്ടാവുക. ഇനി ഇതിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യാനായിട്ട് ഇത് നിങ്ങൾ നോക്കിയാൽ ഗ്രൗണ്ട് വാട്ടർ സാമ്പിൾസ് ആർ കളക്ടഡ് പീരിയോഡിക്കലി യൂസിങ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓർ ടെഫ്ലൺ ബെയിലർ ആണ് ലോവർഡ് ഇൻ ടു ദ വെൽ ബൈ എ സ്ട്രിങ്. ഒരു സ്ട്രിങ് ഉപയോഗിച്ച് നമ്മൾ ഒരു ബെയിലർ താഴേക്ക് ഇറക്കി ആ ബെയിലറിൽ ഒന്നില്ലെങ്കിൽ ഒരു ടെഫ്ലന്റെയോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയോ ഒരു സാമ്പിളർ ഉപയോഗിച്ച് നമ്മൾ വെള്ളം കോരിയെടുക്കുകയാണ് അല്ലെങ്കിൽ സാമ്പിൾ എടുക്കുകയാണ് ചെയ്യുന്നത്. പീരിയോഡിക്കൽ ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ വെല്ല് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പെർജ് ചെയ്യും. പെർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തളം കെട്ടി കിടക്കുന്ന വെള്ളമില്ലേ, ആ തളം കെട്ടി കിടക്കുന്ന വെള്ളം ആദ്യം നമ്മൾ പമ്പ് ഔട്ട് ചെയ്യും. ഇത് പമ്പ് ഔട്ട് അല്ലെങ്കിൽ പെർജ് ഔട്ട് ചെയ്താലേ നമുക്ക് ശരിക്കും ഒറിജിനൽ ഗ്രൗണ്ട് വാട്ടർ അതിനകത്ത് നമുക്ക് കിട്ടും. സോ ആ ഒറിജിനൽ ഗ്രൗണ്ട് വാട്ടർ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ആദ്യം പെർജ് ഔട്ട് ചെയ്യും. പെർജ് ഔട്ട് ചെയ്തിട്ട് ഫ്രഷ് ഗ്രൗണ്ട് വാട്ടർ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയതിനു ശേഷം അതിൽ നിന്നാണ് നമ്മൾ സാമ്പിൾസ് എടുക്കുന്നത്. ഇനി ഇതിനകത്ത് പറയുന്ന കാര്യം ഗ്യാസ് മോണിറ്ററിംഗ് വെല്ലിനെ കുറിച്ചാണ്. ഇത് നിങ്ങൾ നോക്കിയ ഗ്യാസ് മോണിറ്ററിംഗ് വെല്ല് നമുക്ക് കണ്ടില്ലേ. അപ്പൊ ഈ ഗ്യാസ് മോണിറ്ററിംഗ് വെല്ലും നമ്മൾ മെയിൻ ആയിട്ട് പോർ ഗ്യാസസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അൺസാച്ചുറേറ്റഡ് സോയിൽ സോൺ എബവ് ദ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ആണ് നമ്മൾ ഈ ഗ്യാസ് മോണിറ്ററിംഗ് വെൽസ് കൊടുക്കുന്നത്. അത് ആദ്യമേ പറഞ്ഞിരുന്നു, ഗ്യാസ് മോണിറ്ററിംഗ് വെൽസ് ഒരിക്കലും ഗ്രൗണ്ട് വാട്ടർ ടേബിളിന് താഴേക്ക് പോവില്ല. അൺസാച്ചുറേറ്റഡ് സോയിൽ സോണിലായിരിക്കും ഇത് പ്രസന്റ് ആയിരിക്കുക. ഇതൊരു ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിംഗ് വെൽ പോലെ തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്യുക. ചിലപ്പോൾ ഇതിന്റെ ഡയമീറ്റർ വലുതാകാം. ഓക്കെ, ഒരു വലിയ ഡയമീറ്റർ ഉപയോഗിക്കാം. പക്ഷേ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതായത് ഗ്യാസ് മോണിറ്ററിംഗ് വെല്ലിന്റെയും സ്ട്രക്ചർ ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിംഗ് വെല്ലാണ്. പിന്നെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് സോണിലാണ് വെക്കുന്നത്. പിന്നെ ഇത് കളക്ട് ചെയ്യാനായിട്ട് സ്ക്രീൻസ് ആർ പ്ലേസ്ഡ് ആണ്. ഒരു സ്ക്രീനെ പ്ലേസ് ചെയ്യുള്ളൂ. യൂഷ്വലി 1 സ്ക്രീൻ ഇസ് പ്ലേസ്ഡ് ഫ്രം ദ എൻറ്റയർ അൺസാച്ചുറേറ്റഡ് സോൺ ഡെപ്ത് ആണ്. അതൊരു 3 മീറ്റർ വരെ ലോങ്ങർ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഗ്രാബ് സാമ്പിളർ ഉപയോഗിച്ചാണ് നമ്മൾ ഗ്യാസ് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത്. ഗ്രാബ് സാമ്പിളർ ഉപയോഗിച്ചാണ് ഗ്യാസ് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത്. പിന്നെ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ വേറെ രീതിയിൽ നമുക്കിത് ചെയ്യാം. അതായത് ഈ വെൽസിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഗ്യാസ് ക്രോമറ്റോഗ്രാഫ്സ് ഇൻസേർട്ട് ചെയ്യാം. ഗ്യാസ് ക്രോമറ്റോഗ്രാഫ്സ് ഇൻസേർട്ട് ചെയ്ത് ആ ക്രോമറ്റോഗ്രാഫിൽ കളർ ചേഞ്ച് കണ്ടുപിടിച്ചതിന് ശേഷം അത് വെച്ചുകൊണ്ട് നമുക്ക് എന്താണ് അതിന്റെ എക്സ്റ്റെന്റ് ഓഫ് പൊല്യൂഷൻ അല്ലെങ്കിൽ എന്തിന്റെങ്കിലും പ്രസൻസ് ഉണ്ടോ, ഗ്യാസിന്റെ എങ്ങനെയൊക്കെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ ഗ്യാസ് ക്രോമറ്റോഗ്രാഫ്സ് ഇൻസേർട്ട് ചെയ്യുന്ന വഴിയും പറ്റും. ഒന്നില്ലെങ്കിൽ ഗ്രാബ് സാമ്പിളർ ഉപയോഗിച്ച് സാമ്പിൾ കളക്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ക്രോമറ്റോഗ്രാഫ്സ് ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് തന്നെ നമുക്ക് ഗ്യാസസിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സാമ്പിൾ കൊണ്ടുവന്ന് ആ സാമ്പിൾ ലാബിൽ ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഗ്യാസിന്റെ സാമ്പിൾസ് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്.